ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഭഗവാന്റെ ഒരു കഥയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഒരിക്കൽ നാരദ മഹർഷി ഭൂമി സന്ദർശനത്തിനായി എത്തി. ഭഗവാന്റെ രണ്ട് ഭക്തരുണ്ട്. അവർ രണ്ടുപേരെയും കാണുകയായിരുന്നു നാരദ മഹർഷിയുടെ ഉദ്ദേശം. ആദ്യം അദ്ദേഹം പോയത് ഒരു സിദ്ധന്റെ അടുത്താണ്. സിദ്ധൻ എന്ന് പറഞ്ഞാല് വളരെ ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും എപ്പോഴും ജപിക്കുന്ന വളരെ ഭക്തനായിട്ടുള്ള ഒരു മുനിവര്യൻ, അദ്ദേഹത്തിന്റെ അടുത്താണ് ആദ്യം പോയത്. അവിടെ ചെന്നപ്പോ നമ്മുടെ നാരദ മഹർഷിയെ കണ്ടതും സിദ്ധൻ എണീറ്റ് വന്ന് അദ്ദേഹത്തിന്റെ കാലുകൾ കഴുകി വേണ്ട വിധം സൽക്കരിച്ചു, ഭക്ഷണമൊക്കെ നൽകി. എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചു, നാരദ മഹർഷി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്നെ എന്നാണ് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് അങ്ങ് ഭഗവാനോടൊന്നും തിരക്കോ എന്ന് ആര് ചോദിച്ചു? നമ്മുടെ മുനിവര്യൻ മഹർഷിയോട് ചോദിച്ചു. നാരദ മഹർഷി പറഞ്ഞു, അതിനെന്താ, ഞാൻ ഉറപ്പായിട്ടും ഭഗവാനോട് തിരക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് മുനിവര്യൻ അവിടുന്ന് യാത്രയായി, ഭഗവാന്റെ ഭക്തനെ കണ്ട സന്തോഷത്തില്. പിന്നെ പോയത് അടുത്ത ഭക്തനായിട്ടുള്ള ഒരു ചെരുപ്പ് കുത്തിയുടെ അടുത്തേക്കാണ്. അപ്പോൾ നാരദ മഹർഷി വിചാരിച്ചു ഇദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് പോവാന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയപ്പോ അദ്ദേഹം എന്താണ് തന്റെ പണി ചെയ്യുന്നതിന്റെ കൂട്ടത്തില് നാരായണ 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 മഹാമന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം തന്നെ അറിയുന്നില്ല എത്ര വട്ടമാണ് നാരായണ മന്ത്രം ജപിക്കുന്നത്. എപ്പോഴും എന്ത് കർമ്മം ചെയ്താലും നാരായണ മന്ത്രം തന്നെ ജപിച്ചുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് നാരദ മഹർഷിയെ വേണ്ട വിധം അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സൽക്കരിച്ചിട്ട് ചോദിച്ചു, തൊഴുകയോടെ നിലത്തിരുന്ന് ചോദിച്ചു, നാരദ മഹർഷി, അങ്ങ് ഭഗവാനോടൊന്ന് തിരക്കണോ? അത്യാഗ്രഹമാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് ഭഗവാന്റെ അടുത്ത് പോകാനുള്ള ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഈ ജന്മം ഞാൻ മുഴുത്ത ഭഗവാന് സമർപ്പിച്ചാണ് ജീവിക്കുന്നത്. എൻ്റെ എന്ത് കർമ്മത്തിലും ഭഗവാനുണ്ട്, എൻ്റെ എന്ത് പ്രവൃത്തിയിലും ഭഗവാനുണ്ട്. അതുകൊണ്ട് അങ്ങ് എന്നെ എന്നാണ് വൈകുണ്ഠത്തിൽ കൊണ്ടുപോകണേന്ന് ഒന്ന് ഭഗവാനോട് തിരക്കോ എന്ന് ആര് ചോദിക്കും? നമ്മുടെ ചെരുപ്പ് കുത്തി നാരദ മഹർഷിയോട് തിരക്കും. നാരദ മഹർഷി പറയും, അതിനെന്താ, തീർച്ചയായിട്ടും ഞാൻ അങ്ങയുടെ ആഗ്രഹം ഭഗവാനോട് ചോദിക്കുന്നതാണ്. ഇതിന് ഞാൻ ഉത്തരവും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണെന്ന് ആര് പറയും? നാരദ മഹർഷി പറയും. നാരദ മഹർഷി നേരെ പോകുന്നത് വൈകുണ്ഠത്തിലേക്കാണ്. അങ്ങനെ വൈകുണ്ഠത്തിൽ ചെന്ന നാരദ മഹർഷി അകത്ത് കയറ്റി വിട്ടില്ല ദ്വാരപാലകർ. അപ്പോൾ ചോദിക്കും, അതിനെന്താ, എനിക്കെന്താ ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റാത്തതെന്ന് ചോദിക്കുമ്പോ ദ്വാരപാലകർ പറയും, അങ്ങക്ക് മാത്രമല്ല, ഇപ്പൊ ആർക്കും അകത്ത് പ്രവേശനമില്ല. ഭഗവാൻ എന്തോ ഒരു വലിയൊരു കാര്യം ചെയ്യാണ്. അതുകൊണ്ട് ആർക്കും ഇപ്പൊ വിസിറ്റേഴ്സിന് എന്നും അകത്ത് കയറ്റി വിടില്ല എന്ന് ആര് പറഞ്ഞു? ദ്വാരപാലകര് പറഞ്ഞു. നാരദ മഹർഷി ശരി എന്നാ പറഞ്ഞിട്ട് അവിടെ കാത്തിരുന്നു. ഒത്തിരി സമയമായിട്ടും ആരും വിളിക്കുന്നില്ല. ഒരുപാട് സമയങ്ങൾക്ക് ശേഷം അവിടെ ദ്വാരപാലകരെത്തി നാരദ മഹർഷിയെ കൂട്ടിക്കൊണ്ട് ഭഗവാന്റെ അടുത്ത് പോയി. ഭഗവാന്റെ അടുത്ത് പോയപ്പോ ഭഗവാൻ ഒരു ചെറിയൊരു മന്ദഹാസത്തോടെ കിടക്കുകയാണ് അനന്തശയനത്തില്. അപ്പോൾ നാരദ മഹർഷി ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, അങ്ങ് എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു, നാരദ മഹർഷി, ഞാനൊരു സൂചിയുടെ തൊളയിൽ കൂടെ ആനയെ കയറ്റിയായിരുന്നു എന്ന് പറഞ്ഞു ഭഗവാൻ. കേൾക്കുമ്പോ എല്ലാവർക്കും മണ്ടത്തരം പോലെ തോന്നിയില്ലേ? എന്റെ ഭഗവാന് ആ നാരദ മഹർഷിക്കും തോന്നി കേട്ടോ. അങ്ങനെ നാരദ മഹർഷി ചോദിച്ചു, സൂചിയുടെ തൊളയിൽ കൂടെ ആനയെ കെട്ടിയായിരുന്നു, അങ്ങ് എന്ത് മണ്ടത്തനാണ് നീ പറയണേ? അങ്ങ് എന്ത് വിട്ടിട്ടാണ് നീ പറയണേ? സൂചിയുടെ തൊളയിൽ കൂടെ എങ്ങനെയാണ് ആനയെ കയറ്റുന്നതെന്ന് ആര് ചോദിച്ചു? നാരദ മഹർഷി ഭഗവാനോട് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ ചിരിച്ചു. ഒന്നും പറഞ്ഞില്ല, ഭഗവാൻ ചിരിച്ചു. ആട്ടെ, അങ്ങ് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? എന്തിനാ എന്നെ കാണാൻ വന്നതെന്ന് ചോദിച്ചു. അപ്പോഴും പറഞ്ഞു, ഞാൻ ഭൂമിയിൽ പോയി ഭഗവാനെ. അങ്ങയുടെ രണ്ട് ഭക്തരുണ്ട്. ഒന്ന് ഒരു വലിയ ജ്ഞാനിയും പണ്ഡിതനുമാണ്, വേറൊരാളൊരു ചെരുപ്പൂത്തിയാണ്. അവർ രണ്ടുപേരും എന്നോടൊരു ചോദ്യം ചോദിച്ചു. അങ്ങ് എന്നാണ് അവരെ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോണേന്ന് ചോദിച്ചു. അങ്ങ് എന്റെ ഉത്തരം പറഞ്ഞാൽ എനിക്ക് അവരോട് ചെന്ന് പറയാനാണ് എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, അങ്ങക്ക് ആരെ കൂട്ടിക്കൊണ്ടുവരുന്ന തോന്നുന്നേന്ന് ചോദിച്ചു. അപ്പോഴ് ഒരു ശങ്കയില്ലാതെ, ഒരു ആശങ്കയില്ലാതെ നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് ആ മുനി ശ്രേഷ്ഠനെ ആയിരിക്കുമല്ലേ കൂട്ടിക്കൊണ്ടുവരിക. കാരണം അദ്ദേഹം എന്നും യാഗം ചെയ്യും, കർമ്മം ചെയ്യും, ഭഗവാനുള്ള എല്ലാ പൂജകളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചെരുപ്പ് കുത്തി അങ്ങയെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഏത് സമയവും അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന് പറയും.
അപ്പോഴും പറയും, എന്നാ അങ്ങേക്ക് തെറ്റി, ഞാൻ കൊണ്ടുവരാൻ പോകുന്ന ചെരുപ്പ് കുത്തിയാണ്, ചെരുപ്പ് കുത്തിക്ക് ഈ ജന്മം തന്നെ ഞാൻ മോക്ഷം കൊടുക്കും എന്ന് പറയും. ആ, ചെരുപ്പ് കുത്തിക്കോ? ആ, അങ്ങേക്ക് അതിന്റെ ഉത്തരം ഇവരോട് രണ്ടുപേരോടും ഞാൻ ഈ പറഞ്ഞ കാര്യം ചെന്ന് പറയുക, അപ്പോഴങ്ങേക്ക് അതിന്റെ ഉത്തരം മനസ്സിലാവും എന്ന് പറയും. അപ്പോഴ് നാരദ മഹർഷി വീണ്ടും ഭൂമിയിലേക്ക് പോകുമ്പോ അവിടെ ആദ്യം ചെല്ലുന്നത് മുനിവര്യന്റെ അടുത്താണ്. മുനിവര്യനോട് പറയും, അങ്ങക്ക് ഈ ജന്മം എന്തായാലും വൈകുണ്ഠത്തില് പോയില്ല, ഈ ജന്മം എന്തായാലും കിട്ടില്ല, അങ്ങക്ക് 2-3 ജന്മവും കൂടെ വേണ്ടി വരും ഭഗവാന്റെ അടുത്ത് എത്താണെന്ന് ഭഗവാൻ പറഞ്ഞു എന്ന് പറയും. മുനിവര്യന് ഒരുപാട് വിഷമാവും. ആ പോട്ടെ, എല്ലാം ഭഗവാന്റെ ഇഷ്ടമല്ലേ, ആട്ടെ അങ്ങ് എപ്പോഴാ ഭഗവാന്റെ അടുത്ത് പോയതെന്ന് ചോദിച്ചു. അപ്പോൾ നാരദ മഹർഷി പറയും, ഒന്നും പറയണ്ട, ഞാൻ വൈകുണ്ഠത്തിൽ പോയിട്ട് അവിടെ നിന്നു, ഭഗവാൻ എന്തോ വലിയൊരു കാര്യം ചെയ്യായിരുന്നു എന്നാ പറഞ്ഞേ. ഞാൻ അകത്ത് കയറി ചോദിച്ചപ്പോ ഭഗവാൻ പറയാ, സൂചിയുടെ ഓട്ടെ കൂടെ ആനയെ കയറ്റിയായിരുന്നു. അപ്പോഴും മുനിവര്യൻ പറഞ്ഞു, സൂചിയുടെ ഓട്ടെ കൂടെ ആനയെ കയറ്റിയായിരുന്നോ, അതെങ്ങനെ സാധിക്കുന്ന, അത് മണ്ടത്തനമല്ലേ, അത് വിഡിത്തമല്ലേ എന്ന് ആര് പറയും? ഈ മുനിവര്യൻ പറയും. നാരദ മഹർഷി പറയും, അത് ശരിയാ, ഞാനും അത് ചിന്തിച്ചു എന്ന് പറയും. എന്നിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ചെരുപ്പൂത്തിയുടെ അടുത്താണ്. ചെരുപ്പൂത്തി നാരദ മഹർഷിയെ കണ്ടതും വളരെ സന്തോഷത്തോടെ എഴുതി വന്ന് ആകാംക്ഷയോട് ചോദിക്കും, ഭഗവാനോട് തിരക്കുവോ, അങ്ങ് എന്താ പറഞ്ഞ ഭഗവാൻ എന്ന് ചോദിക്കും. ആ, ഞാൻ അവിടെ ഒത്തിരി സമയം പോയി നിന്നു, അപ്പോഴൊന്നും ഭഗവാന് തിരക്കായിരുന്നു. ഭഗവാൻ, അങ്ങക്ക് ഈ ജന്മം തന്നെ മോക്ഷവും കിട്ടും, ഭഗവാനോട് വൈകുണ്ഠത്തിൽ പോകാനും പറ്റുമെന്ന് പറഞ്ഞു. അപ്പോഴും ചെരുപ്പൂത്തിക്ക് വളരെ സന്തോഷമായി. അദ്ദേഹം നാരായണ മന്ത്രം ജപിച്ച് നൃത്തം ചവിട്ടി. എന്നിട്ട് മുനിവരനോട് ചോദിച്ചു, അങ്ങ് എപ്പോഴാ ഭഗവാനെ കാണാൻ പോയത്? ഞാൻ കാണാൻ പോയപ്പോ ഭഗവാൻ സൂചിയുടെ ഓട്ടെ കൂടെ ആനയെ കയറ്റായിരുന്നു എന്ന്. അപ്പോഴേ ചെരുപ്പൂത്തിയുടെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും വന്നില്ല. ചെരുപ്പൂത്തി പറഞ്ഞു, നാരായണ നാരായണ, ഒരു ചെറിയ വിത്തിൽ നിന്നും, അതും ഒരു കടുകുമണിയായിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞു വിത്തിൽ നിന്നും ഒരു വലിയ മരത്തിനെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഭഗവാനാണോ സൂചിയുടെ തൊളയിൽ കൂടെ ആനയെ കയറ്റാൻ പ്രയാസം? അത് കേട്ടത് നാരദ മഹർഷി അറിയാതെ എഴിച്ചു നിന്നു. കാരണം അത്രയും വലിയൊരു ഭക്തൻ, ഭഗവാൻ ഇത്രയും വിശ്വസിക്കുന്ന, ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഭക്തി നാരദ മഹർഷി ആരുടെടുത്തും കണ്ടിട്ടില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലോ നമ്മുടെ സ്ഥാനത്തിലോ നമ്മുടെ മഹിമയിലോ ഒന്നുമല്ല കാര്യം. ഭഗവാന് നമ്മുടെ സ്ഥാനമാനങ്ങളല്ല, നമ്മളല്ലെങ്കിൽ കോടീശ്വരനാണോ പിച്ചക്കാരനാണോ, ഇതൊന്നും അല്ല ഭഗവാൻ നോക്കുന്നത്. ഭഗവാൻ നോക്കുന്നത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ മനസ്സിലെ ശുദ്ധിയാണ്, നമ്മുടെ മനസ്സിലെ വിശ്വാസമാണ്, ആ ഭഗവാനോടുള്ള പൂർണ്ണ വിശ്വാസം. അതുണ്ടെങ്കിൽ ഏത് അവസ്ഥയിലും ഭഗവാൻ നമ്മളെ കൈവിട്ട് കളയില്ല കേട്ടോ. ആരും ഞാൻ ചെറുതാണ്, ഭഗവാൻ വലിയ കാശുള്ളവർ മാത്രമേ ഭഗവാൻ കാണുന്നുള്ളൂ, അങ്ങനെയല്ല. വലിയ കാശുള്ളവരോ അല്ലെങ്കിൽ എനിക്ക് പാണ്ഡിത്യമില്ല, എനിക്ക് ഭഗവാന്റെ മന്ത്രങ്ങൾ അറിയില്ല, എനിക്ക് ഭഗവാന്റെ കീർത്തനങ്ങൾ അറിയില്ല, എനിക്ക് അഹങ്കാരം അറിയാന്നുള്ള നാരായണം ജപിക്കാൻ മാത്രം മതി, അതും മതി ഭഗവാന്. അല്ലാതെ ഒരുപാട് വലിയ മന്ത്രങ്ങളൊന്നും ജപിക്കണമെന്നില്ല ഭഗവാന് നമ്മളെ സ്നേഹിക്കാൻ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ കാശ് കണ്ടിട്ടോ നമ്മുടെ സൗന്ദര്യം കണ്ടിട്ടോ ഒന്നുമല്ല ഭഗവാൻ സ്നേഹിക്കുന്നത്. കാശോ സൗന്ദര്യമോ ഒന്നും അത് നമ്മളെ സ്നേഹിക്കുന്നത് ഭഗവാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാലും നമ്മളെ കൂടെ നിൽക്കാൻ ആ ഒരു ശക്തി മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. ഈ പുറത്ത് കാണുന്ന ബന്ധങ്ങളും സ്വന്തങ്ങളും ഒന്നുമല്ല. നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ നല്ല പ്രവൃത്തികളുടെ ഫലവും മാത്രമാണ്. അല്ലാതെ ഈ വാരിക്കൂട്ടുന്നതൊന്നും നമ്മൾ ആരും കൊണ്ടുപോകുന്നില്ല. ഇത് ഒരുപാട് മഹാന്മാര് പറഞ്ഞ് വളരെ അർത്ഥമുള്ള വാക്കുകളാണ്. ഞാൻ ഇവിടെ ഒന്ന് ഓർമ്മിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴെല്ലാവരും നന്മ ചെയ്യുക. ജീവിച്ചിരിക്കുന്ന കാലം പറ്റുന്നിടത്തോളം എല്ലാവർക്കും എന്തെങ്കിലും പറ്റുന്ന സഹായം ചെയ്ത് ജീവിക്കുക. വലിയ സഹായങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കാണുമ്പോൾ ഒന്ന് സഹായിക്കാൻ തോന്നിയാൽ ചെയ്യുക. ഉറപ്പായിട്ട് ഭഗവാൻ നിങ്ങളെ കാണും. നിങ്ങൾക്ക് നന്മയുണ്ടാവട്ടെ. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം നമഃ ശിവായ.